തോമാറ്റാ, മര്യാദക്ക് ഇതെടുത്തിട്ടോണ്ട് പെങ്ങടെ കല്യാണത്തിന് കൂടിക്കോണം. എന്നെ ആരും പ്രതീക്ഷിക്കണ്ട. ഒലക്ക, നിന്റെ പെങ്ങളെ കല്യാണം നീ എല്ലാവരും ആരാണ് നടത്തി കൊടുക്കട്ടെ? അത് ആഗ്രഹിച്ചിരുന്നെങ്കിൽ മുറ്റത്ത് എനിക്ക് പകരം തെങ്ങ് വെക്കില്ലായിരുന്നല്ലോ. തെങ്ങോ വലിച്ചു പറിച്ച് ആറ്റിലെറിഞ്ഞിട്ടാ വരുന്നേ. കയ്യെ പച്ച കുത്തിയച്ച് കഴുകിയാ പോവെന്ന് പറയരുത് അച്ചോ. ഞാനൊന്ന് കൈയടിച്ചാൽ അനുസരണയോടെ പള്ളി നട ഓടിക്കയറി വരുന്ന ഒരു കുട്ടിയെ ഞാൻ ഓർമ്മിക്കുന്നു. നിന്റെ ആ അനുസരണയാണ് എനിക്കിന്ന് ആവശ്യം. നീ കാരണം അവളുടെ വിരിപ്പാവിൽ കണ്ണീര് വീഴത്തുമുണ്ട്. നിന്റെ മനസ്സിന്റെ ഇരമ്പൽ ഞാൻ കേൾക്കുന്നു കുട്ടി. അലറി ഇരമ്പുന്ന കടലിന് ഒടുങ്ങി ശാന്തമാകാനും കഴിയണം. അവൾക്ക് മധുരം വയ്ക്കാൻ പന്തലിൽ നീ ഉണ്ടാവണം. ഞാൻ വരാം. ചാക്കോ മാഷ് എന്റെ മുഖത്ത് നോക്കി വിളിക്കണം. മകനേന്ന് വിളിക്കണ്ട, 2 വാക്ക്. നീ വരണം. അത് പറഞ്ഞില്ലെങ്കിൽ അയാൾ നിന്റെ തന്തയാണോ? അവന്റെ മുഖത്ത് നോക്കി ഞാൻ വിളിക്കുന്ന പ്രശ്നമില്ലച്ചോ. 2 വാക്ക്. നീ വരണം. മുഖത്ത് നോക്കി വിളിച്ചാലേ അവൻ വരൂ. അങ്ങനെ വരണ്ട. ഞാൻ ചാകുമ്പോ എന്റെ കുഴി മണ്ണിടാൻ വന്നാ മതി. ഛേ, എന്തോന്ന് ഛേ? അപ്പന്റെ കുപ്പായത്തിന്റെ കൈവെട്ടുക എന്ന് പറഞ്ഞാൽ അപ്പന്റെ കൈവെട്ടുന്ന തുല്യവാ. ഒരു പിതാവിന്റെ ദുഃഖം നിനക്ക് മനസ്സിലാവില്ല. നീ ഒരു പിതാവല്ല, നിനക്ക് കുടുംബവും ഇല്ല. എന്തിനാ ഇങ്ങനെ ഒരു കുടുംബം? ജാൻസിയുടെ കല്യാണം ഭംഗിയായി നടക്കണം. താൻ വളർത്തി മിടുക്കിയാക്കിയെന്ന് അഭിമാനിക്കുന്ന മകളല്ലേ. തുതിയൊല്ലി പടിയിറങ്ങുമ്പോ പെണ്ണിന്റെ ജീവിച്ചിരിക്കുന്ന ആങ്ങളെ എവിടെയും നാട്ടുകാർ ചോദിക്കരുത്. ആ ചോദിക്കണം. അതിനുത്തരം എന്റെ മോൻ വെട്ടിയ ഈ കുപ്പായമാണ്. ഓലക്ക, ഇതാണ് ഞാൻ പറഞ്ഞത്. തന്റെ തലക്ക് നെല്ലിക്കാട്ടാൽ ഇടണമെന്ന്. ആ മലന്ന് കിടന്ന് തുപ്പറിയാ കോച്ച. സ്വന്തം ചോരയെ തള്ളി പറയുമ്പോ കൂട്ടത്തിൽ പറഞ്ഞ മോളുടെ അന്തസ് അവള് കെട്ടിക്കയറുന്ന വീട്ടില് അടിയറ വെക്കേണ്ടി വരും. വിളിക്കപ്പച്ച, എന്റെ അപ്പച്ചനല്ലേ? എന്നെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ആക്കി അപ്പച്ചന് ഞാൻ കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്നത് കാണണോ? എല്ലാം മറന്ന് വിളിക്കും മാഷെ. വിളിക്കാം, എന്റെ മോക്ക് വേണ്ടി. പക്ഷെ ഒരു കാര്യം, അതിനുവേണ്ടി ചന്താൻ അവന്റെ തട്ടമ്പുറത്ത് വരാമെന്ന് എനിക്ക് പറ്റില്ല. ചാക്കോച്ചൻ തട്ടുംപുറത്തൊന്നും കയറണ്ട. ഉച്ച കുർബാന കഴിഞ്ഞ് പള്ളിമേട വരെ ഒന്ന് വരാവോ? കഴിക്കുമോനെ? ചാക്കോച്ച, അല്പം മധുരം കഴിക്കൂ. ചാക്കോച്ച, എന്നാ ഇനി വരുന്ന 14-ാം തീയതി തിങ്കളാഴ്ച പാറേപ്പള്ളി വെച്ച് എന്റെ മകൾ ജാൻസിയുടെ കല്യാണമാണ്. കെട്ട് കഴിഞ്ഞ് എന്റെ വീട്ടിൽ ഊണ്. സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ സംബന്ധിക്കാം. ഒലക്ക, ഇയാള് നിന്റെ തന്റെ അല്ല. തന്തയുടെ കൈവെട്ടിയതിനെ പിന്നെ എങ്ങനെ വിളിക്കണം? എനിക്കിങ്ങനെ അറിയൂ. എന്റെ മകളുടെ കല്യാണത്തിന് ഇവൻ വരണ്ട. ചീഫ് സെക്രട്ടറി വരും, എന്റെ ശിഷ്യൻ. അത് മതി. നിങ്ങളുടെ മോടെ കല്യാണത്തിന് അവൻ വരില്ല. എന്റെ മോൻ തെണ്ടിയല്ല. എന്തിനാടാ നോക്കി നിൽക്കുന്നേ? ഇറങ്ങി പോടാ. മോടെ കല്യാണമേ ഇത് ഞാൻ തന്നെ ഉണ്ടാ മതി.
ഈ കുപ്പായം ഒന്ന് മാറ്റിക്കൂടെ? വരുന്നവര് കാണുമ്പോ. വരുന്നവര് മുഴുവൻ കാണണം, എന്നിട്ട് ചോദിക്കണം. അപ്പോ മകളുടെ വിവാഹത്തിന് മകനില്ലാത്തതിന്റെ ഉത്തരവാകും. മോളെ ഇതാ, ഇതെല്ലാം ഇട്ട് നല്ല ഭംഗിയായിട്ട് ഒഴുകിക്കേ. ഉണ്ണിയോടെ വരില്ല. അതെ, ആ കൊടുക്ക് കൊടുക്ക്. അതെ, ഇതുവരെ പുറപ്പെട്ടില്ലേ? നിന്റെ വല്യേട്ടന്റെ സമ്മാനാ, നിനക്ക് തരാൻ എന്നെ ഏൽപ്പിച്ചതാ. മാഷിന്റെ 51 പവന്റെ കൂട്ടത്തില് വല്യേട്ടന്റെ ഈ നെക്ലസ് മുക്കിക്കളയല്ലേ എന്ന് പറയാൻ പറഞ്ഞു. ആഭരണങ്ങളൊക്കെ എവിടെയാ മോളെ? കാൽച്ചോട്ടിൽ വെച്ചിട്ടുണ്ട്. എന്താ മോളെ? എനിക്ക് അപ്പച്ചന്റെ സ്ത്രീധനം വേണ്ട. എനിക്ക് എന്റെ വല്യേട്ടൻ തന്ന ഈ നെക്ലസ് മാത്രം മതി. അത് തീരുമാനിക്കേണ്ട നീയല്ല. എനിക്ക് പ്രായപൂർത്തിയായി, തീരുമാനിക്കാം. അപ്പച്ചന്റെ മോൾ ഇവിടം വരെ വളർന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല. നിന്റെ വലിയേട്ടന്റെ ചോക്ലേറ്റിന് അപ്പച്ചന്റെ ജീവനേക്കാ മധുരം ഉണ്ടായിരുന്നല്ലേ? നിനക്ക് ഈ പടിയിറങ്ങാം. ഇനി കൈപിടിക്കാൻ എന്റെ ആവശ്യമില്ല. അങ്ങനൊന്നും തീരുമാനിക്കരുത്. വിവാഹ വീടാണ്, അകം വേകുന്നത് പുറം അറിയണ്ട. വേഗം പോയി മാപ്പ് പറഞ്ഞ് പൊന്നിട്ട് പടിയിറങ്ങിക്കോ. ഇല്ല, നിന്നെ ഞാൻ പൊന്നിട്ട് പടിയിറങ്ങാം. എന്റെ വല്യേട്ടൻ എവിടെ? എന്താ പിള്ളാച്ചോ, ചാക്കോ മാഷയുടെ കല്യാണത്തിന് പോയില്ലേ? നിന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് മോനെ. എനിക്ക് ദുഃഖമില്ലെങ്കിലോ? തോമയുടെ മനസ്സിൽ ഒരു ദുഃഖമുള്ളൂ പാച്ചോട്ടാ. ആ പാവം ബാലുവിന്റെ കയ്യിൽ അന്ന് ഞാൻ കോമ്പസിന് കുത്തി. പാടില്ലായിരുന്നു. അവനെന്ത് വിളിച്ചു. എന്നെങ്കിലും അവനെ കാണുമ്പോ ആ കൈവെള്ളയെ കൊടുക്കാൻ തോമ ഒരു മുത്തം സൂക്ഷിച്ചിരുന്നു. അത് സാധിച്ചില്ല. തോമാറ്റ എന്തിനാ പാച്ചോട്ട അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത? എഞ്ചിനീയറായ മകന് ജനിപ്പിച്ച തന്തയല്ലാതെ പിന്നെ ആരാടാ തോമ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്? അല്ലേ പാച്ചോട്ട? പാവ അവന്റെ പെടുമരണത്തിന് കാരണം ആ കടുവയുടെ കണ്ണ. എല്ലാവരെയും കൊന്നേച്ചേ കടുവ ഒടുങ്ങൂ. അയ്യോ, ആരത്? ജാൻസി മോളോ? ആശാനെ, ജാൻസി മോളും ചെറുക്കനും വന്നിട്ടുണ്ട്. വാ. കെട്ട് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വരാന്ന് വെച്ചു. മതിയടാ, യോട്ടക്കാലിലേക്കാ മതി. നിനക്ക് 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 എന്താ വേണ്ട? ഒന്നും വേണ്ട. അല്ല, നിനക്ക്
എന്നാടാ പട്ടും കസവും ഇവളുടെ കല്യാണത്തിന് അമ്മ എനിക്ക് തന്നതാ. നീ എടുത്തോ. നീ ഒന്നിട്ട് ഞാനത് കാണട്ടെ. അതിനിപ്പോ എന്താ? ഇട ഞാൻ ഇവളും മാത്രമേ ഉള്ളൂ. നീ ഇതൊക്കെ ഞാൻ ഊരിക്കേ. ഇട്ട് കാണിക്ക് ചെറിയേട്ടാ. ആ. നിങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ എനിക്കെന്താ? ചിരിക്കാടാ. കൊള്ളാം. നിന്റെ മാപ്പിളക്ക് നന്നായി ചേരുന്നുണ്ടല്ലേ? നീ ഇതിട്ടുണ്ട് മധുരം വയ്ക്കാൻ പോയാ മതി. പറ, നിനക്ക് ഇനി എന്ത് വേണം? എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പറയാവോ? പറ. വലിയേട്ടന്റെ ആ തുണി പറിച്ചടി ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. കുഞ്ഞാമതെ, അടുത്ത പ്രാവശ്യം തോമ തുണി പറിച്ചടിക്കുമ്പോ എന്നെ അളിയനെ വിളിച്ചേക്കണം. എന്താടി മോളെ, ചാക്കോ മാഷ് നിനക്ക് പൊന്നൊന്നും തന്നില്ലേ? എനിക്ക് വലിയേട്ടൻ കൊടുത്തേച്ച് ഈ വെള്ള നെക്ലേസ് മാത്രം മതി. ഞാൻ കൊടുത്ത നെക്ലസോ? ആരുടെ കയ്യില്? തുളസി ചേച്ചിയുടെ കയ്യിൽ. നീ എന്താടി പറയുന്നത്? ഞാൻ തന്നാണെന്ന് അവള് പറഞ്ഞോ? പറഞ്ഞു. അപ്പച്ചന്റെ 51 പവന്റെ ഇടയിൽ വലിയേട്ടന്റെ ഈ നെക്ലേസ് മുക്കിക്കളയില്ലെന്ന് പറയാൻ പറഞ്ഞു വിട്ടില്ലേ? ഈ വർഷത്തെ സയൻസ് എക്സിബിഷന് സുരേഷ് ഫസ്റ്റ് പ്രൈസ് വാങ്ങണം. നിന്റെ യന്ത്രമനുഷ്യന് ഒരു തല കൂടെ വേണം കേട്ടോ. റോബോ വിത്ത് ബ്രെയിൻ. വെടിവെച്ച പൊട്ടാത്ത കരിമ്പാറയെ നീ ഒന്ന് കുലുക്കി. ഈ ഓട്ടക്കാലനയ്ക്ക് വിലയുണ്ടെന്ന് കടുവാ ചാക്കോയ്ക്ക് നീ കാണിച്ചു കൊടുത്തു. പകരം നിനക്ക് എന്ത് വേണം? ആശാന്റെ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണട. അവര് ചോദിച്ചത് കൂളിംഗ് ഗ്ലാസ് അല്ല, ആശാന്റെ കരളാ.